ഹായ് ഗായ്സ്, ഗിലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മൾ വെള്ളിയാഴ്ച രാത്രി 7 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമുക്കിനി മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വോട്ടിംഗ് അവസാനിക്കാൻ. നമ്മുടെ മുമ്പിൽ 9 മത്സരാർത്ഥികളാണുള്ളത്. 9 മത്സരാർത്ഥികളിൽ നിന്ന് ചിലപ്പോൾ 1-2 മത്സരാർത്ഥികളെല്ലാം പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് വളരെ നിർണായകമാണ്. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഇന്ന് രാത്രി 7 മണി വരെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ്. തുടർന്ന് 2,86,213 കൂറ്റൻ വോട്ട് നേടിയാണ് 1-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. തൊട്ടു പിന്നാലെ 2-ാം പൊസിഷനിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ടുള്ള അഭിഷേകാണ്. തുടർന്ന് അഭിഷേകം നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2,69,775 വോട്ട് നേടിയാണ് അഭിഷേക് 2-ാം പൊസിഷനിൽ ജിൻഡോയുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരിക്കുന്നത്. 3-ാം പൊസിഷനിൽ ഋഷി തന്നെയാണ്. തുടർന്ന് വോട്ടിങ്ങിന് തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നെ 3-ാം പൊസിഷനിലേക്ക് വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും താഴോട്ടോ മുന്നോട്ടോ ഒന്നും പോയിട്ടില്ല. ഇപ്പോഴും 3-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 2,54,213 വോട്ട് നേടിയാണ് 3-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 4-ാം പൊസിഷനിൽ ശ്രീതുവാണുള്ളത്. ശ്രീതു നല്ലൊരു മുന്നേറ്റം ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. 2,28,789 വോട്ട് നേടിയാണ് ശ്രീതു 4-ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. നേരത്തെ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും പിന്നെ മുന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 5-ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറയുടെ ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് പറയാം. തുടക്കത്തിൽ വളരെയധികം പിറകിലോട്ട് പോയ നോറ പിന്നെ വമ്പിച്ച രീതിയിൽ മുന്നേറ്റം നടത്തി ഇപ്പോൾ 2,25,432 വോട്ടിൻ്റെ പിൻബലത്തിൽ 5-ാം പൊസിഷൻ നിലനിർത്തി സേഫ് ആയിട്ടുണ്ട്. 6-ാം പൊസിഷനിൽ അൻസിബ തന്നെയാണ് തുടരുന്നത്. അൻസിബയും ഒരു ഘട്ടത്തിൽ വളരെ മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നെ താഴോട്ട് പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ 2,21,356 വോട്ട് നേടി നോറയുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 6-ാം പൊസിഷനാണ് നിലനിർത്തിയിരിക്കുന്നത്. 7-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി ശ്രീരേഖ കയറി വന്നിട്ടുണ്ട്. ശരണ്യെ അട്ടിമറിച്ചുകൊണ്ടാണ് രാവിലെ ശ്രീരേഖ 7-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തി വരുന്നത്. 2,11,215 വോട്ടിൻ്റെ പിൻബലത്തിൽ 7-ാം പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. 8-ാം പൊസിഷനിൽ ശരണ്യ തന്നെയാണ് തുടർന്ന്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശരണ്യ 8-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. വരും മണിക്കൂറുകൾ ശ്രീരേഖമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നമുക്ക് കാണാം. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 9-ാം പൊസിഷനിൽ ജാൻമണിയാണ്. പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാൻമണി. ഇപ്പോൾ 1,98,500 വോട്ട് മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് ജാൻമണിക്കും ശരണിക്കും നിർണ്ണയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.